സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 74ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസിനും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കുറേ അധികം കാത്തിരുന്നൊരു ടോപ്പിക്കാണ്. കുറേ നാളുകളായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, ഞാൻ പലപ്പോഴായിട്ട് ചെയ്യാമെന്ന് ഉറപ്പ് തന്ന ആ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടാക്സേഷൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻകം. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ either ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകും, നിങ്ങൾ സ്വിംഗ് ട്രേഡ് എടുക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇൻകം വരികയാണെങ്കിൽ either പ്രോഫിറ്റ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത്? അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുമ്പോൾ അറിയേണ്ട ടാക്സ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റൈലിൽ വളരെ വിശദമായിട്ട്, വ്യക്തമായിട്ട്, ലളിതമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പേഴ്സണലി നിങ്ങളോട് എല്ലാവരുടെ പറയാനുള്ളത്, പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ടാക്സ് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനും മാത്രമാണ്. അതിനുശേഷം ടാക്സ് അടക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും സൈഡിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫോക്കസ് കൊടുക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാനാണ്. അല്ലാതെ ടാക്സ് അടക്കണമോ, എത്ര അടക്കേണ്ടി വരുമോ, ടാക്സ് അടച്ചാൽ എൻ്റെ പൈസ പോകുമോ, അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം എത്രയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടതെന്ന്. അത് അത്രയങ്ങ് മനസ്സിലായി കഴിയുകയാണെങ്കിൽ അതിനങ്ങ് സൈഡിൽ വെക്കുക. ഫുൾ ഫോക്കസും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ മാത്രമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോഴത്തെ പോലെയും മുഴുവനായും ശ്രദ്ധിച്ചു തന്നെ കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ടാക്സ് അടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്. ദി നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ എപ്പോഴത്തെ പോലെയും തന്നെ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര ടാക്സ്, എങ്ങനെ, എപ്പോൾ അടക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജേണിയിൽ നിന്ന്, അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സംഭവം? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരാണ്? നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ? അതായത് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് കുറേ നാളുകളിലേക്ക്, പ്രോബബ്ലി കുറേ വർഷങ്ങളിലേക്ക് ഹോൾഡ് ചെയ്ത് വിൽക്കുന്ന, അത്രയും നാൾ ഹോൾഡ് ചെയ്ത് അതിന്റെ റിട്ടേൺസും അതിന്റെ ഡിവിഡൻസും എല്ലാം എൻജോയ് ചെയ്ത് വിൽക്കുന്ന നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആകാൻ സാധ്യതയുണ്ട്. ശരിയാണല്ലോ? അല്ല എങ്കിൽ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആകാം. അതായത് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ചു, അത് കുറച്ച് ദിവസങ്ങളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലേക്കോ, അങ്ങനെ അധിക കാലത്തേക്കൊന്നും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല, ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വിംഗ് ട്രേഡറോ നിങ്ങൾക്കാകാം. നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലെങ്കിൽ മൂന്നാമത്തെ സെഗ്മെന്റിൽ നിങ്ങൾ പെടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആകാം. അതായത് ഒരു സ്റ്റോക്ക്, ഒരു കമ്പനിയുടെ സ്റ്റോക്ക് നിങ്ങൾ ഒരു ദിവസം തന്നെ വാങ്ങുന്നു, ആ ദിവസം തന്നെ വിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നു. ഇവിടെ സ്റ്റോക്കും ആകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും ആകാം. അപ്പോൾ മൂന്നാമത്തെ സെഗ്മെന്റ് ഇതാണ്, നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ ആണ്. നാലാമത്തെ സെഗ്മെന്റ് പ്യൂർലി നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്. ഐദർ അത് ഇൻട്രാഡേയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടാകും. ഒരു ദിവസം വാങ്ങിച്ചു, എക്സ്പയറി വരെ അതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് വിൽക്കുകയാണ്. അപ്പോൾ ഈ 4 സെഗ്മെന്റിലായിരിക്കുമല്ലോ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് പെടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വളരെ സിമ്പിളായ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ 4 പാർട്ടിസിപ്പൻസും ഈ 4 ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ഓരോ കേസിലും ടാക്സ് എങ്ങനെയാണ് അടക്കേണ്ടത്, എത്രയാണ് അടക്കേണ്ടത്, എപ്പോഴാണ് അടക്കേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സ്ട്രക്ചർ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ കൂട്ടരെ പറ്റി സംസാരിക്കാം. ഇവരാരാണ്? ഇവർ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇവരൊരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിച്ചാൽ മിനിമം 1 വർഷത്തേക്കാൾ കൂടുതലെങ്കിലും ഹോൾഡ് ചെയ്യുകയാണ്. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു ലോങ് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെയാണ് ഈ ആദ്യത്തെ സെഗ്മെന്റിൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഇവരെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവരുടെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവര് ടാക്സ് അടയ്ക്കേണ്ടത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. വേറെ ടാക്സ് ഒന്നും ഇവർ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? ഇങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു, 1 വർഷത്തിനേക്കാൾ കൂടുതൽ ഇവർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പുറത്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ 10% ഇവര് ടാക്സ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. ലാഭത്തിന്റെ പുറത്തെ 10%. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇവർ ഓൾറെഡി ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ വരുന്നവരല്ല എങ്കിൽ ഇവർ ടാക്സ് അടക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഈ ലോങ് ടേമിൽ ഉണ്ടായ ക്യാപിറ്റൽ ഗെയിൻ, ഈ ഒരു ലാഭം 1 ലക്ഷം രൂപയുടെ താഴെയാണെങ്കിൽ അവിടെയും ടാക്സ് അടക്കേണ്ടതില്ല. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇൻകം ടാക്സ് എത്രയാണ് പേ ചെയ്യേണ്ടത്, ഇന്ന് നിലവിൽ നിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് സ്ലാബ്സ് എന്താണ്, ബ്രാക്കറ്റ്സ് എന്താണ്, ആ രീതിയിലാണ് പെടുക, ആര് എത്ര ടാക്സ് ആണ് അടക്കേണ്ടത്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണുകയാണെങ്കിൽ മാത്രമേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും
തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുക. പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളാണെങ്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ വരിക, നിങ്ങൾ 1 വർഷത്തിനേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്തു, എന്നാൽ ലാഭമില്ലാതെയാണ് വിറ്റത്, നഷ്ടവുമായിട്ടാണ് വിറ്റത്, അങ്ങനെയാണെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെയും ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്, ടാക്സ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് ലോസ് ആണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിന് അത് ഫയൽ ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഫയൽ ചെയ്യേണ്ടത്? ഇവിടെയാണ് വളരെ നല്ലൊരു കാര്യമുള്ളത്. നിങ്ങൾക്ക് ഈ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് അടുത്ത 8 വർഷം വരെ ആ ഒരു ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദ്യം വരാം, എന്തിനാണ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്? ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം ലോസ് ആണ് ഉണ്ടായത്, എന്നാൽ ഞാൻ പറഞ്ഞു 8 വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാന്ന്, 2 വർഷം 3 വർഷം ഒരു 4 വർഷം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വർഷം ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് അവിടെ ടാക്സ് അടക്കണ്ടേ, 10% ടാക്സ് അടക്കേണ്ടി വരില്ലേ? ആ ഒരു ക്യാപിറ്റൽ ഗെയിനുമായിട്ട്, ആ ഒരു ലാഭവുമായിട്ട് ഇന്ന് നമ്മൾ ഫയൽ ചെയ്ത ആ ഒരു ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഈസി എക്സാമ്പിൾ ഞാൻ തരാം. ഈ ഒരു വർഷം ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, നിങ്ങൾക്ക് 2 ലക്ഷത്തിന്റെ നഷ്ടം സംഭവിക്കുകയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട്. അപ്പോൾ 2 ലക്ഷം നഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് വെക്കുകയാണ്. ടാക്സ് ഒന്നും അടക്കേണ്ടതില്ല, ഫയൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരുടെ റിപ്പോർട്ടിൽ നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുകയാണ് 2 ലക്ഷത്തിന്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ ഒരു 5 ലക്ഷം രൂപയുടെ ലാഭം കിട്ടുകയാണ്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ ലാഭത്തിന്റെ പുറത്ത് 10% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടക്കേണ്ടേ? അതായത് 5 ലക്ഷത്തിന്റെ 10% 50,000 രൂപ ടാക്സ് അടക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു ആദ്യത്തെ വർഷം നമ്മൾ 2 ലക്ഷം ലോസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് അതിനെ 3 ലക്ഷമാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ആ ഒരു വർഷം 3 ലക്ഷം രൂപയുടെ പുറത്ത് 30,000 രൂപയുടെ ടാക്സ് മാത്രം അടച്ചാൽ മതി. നേരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് 20,000 രൂപയാണ്. ഇത് ചെയ്യാൻ വേണ്ടി, ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ദിവസം മുതൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷം മുതൽ, ടാക്സ് ഫയൽ ചെയ്യുന്ന സമയം മുതൽ ടാക്സ് ഫയൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര നേരം സംസാരിച്ചതിലൂടെ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ടെൻഷൻ അടിക്കേണ്ട ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരെ പറ്റി നമുക്ക് സംസാരിക്കാം. അവര് സ്വിംഗ് ട്രേഡേഴ്സ് ആണ്. അവരൊരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ട്, ഐദർ അടുത്ത ദിവസം തന്നെ വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വിൽക്കുന്നു. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ട്രേഡേഴ്സ് അടക്കേണ്ട ടാക്സും ഈ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് പേ ചെയ്ത ടാക്സിന് ഏറെക്കുറെ സമാനമാണ്. എന്താണ് ആ ഒരു സമാനത എന്ന്, ആ ഒരു സിമിലാരിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കിട്ടിയത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, അല്ലെങ്കിൽ ലോസ് ആണ് സംഭവിച്ചെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് സംഭവിച്ചു. അതിന്റെ പുറത്ത് അവർ 10% ടാക്സ് അടച്ചു. ഇവിടെ ഷോർട്ട് ടേമിലേക്ക് ട്രേഡ് ചെയ്തു, ഈ പറഞ്ഞ പോലെ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ആണെങ്കിൽ അവിടെ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ്. അവിടെ നഷ്ടമുണ്ടാവുകയാണെങ്കിൽ അവയെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന ഗെയിനിന്റെ പുറത്ത്, ആ പ്രോഫിറ്റിന്റെ, ആ ലാഭത്തിന്റെ പുറത്ത് 15% ഇൻകം ടാക്സ് ആയിട്ട് അടക്കേണ്ടതുണ്ട്. ഇവിടെയും കാര്യങ്ങൾ സെയിം തന്നെയാണ്. അതായത് നിങ്ങൾ ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ വർഷത്തെ ടോട്ടൽ ലാഭം, അതായത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കൂട്ടിയിട്ടോ നിങ്ങളുടെ ബിസിനസ് ഇൻകമിൽ നിന്ന് കൂട്ടിയിട്ടോ നിങ്ങളുടെ ടോട്ടൽ ഇൻകം 2.5 ലക്ഷം വരുന്നില്ല എങ്കിൽ നിങ്ങൾ ടാക്സ് അടക്കേണ്ടതേ ഇല്ല. നിങ്ങൾ ഇൻകം ടാക്സ് ബ്രാക്കറ്റിൽ പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ 15% ഈ ഷോർട്ട് ടേമിലൂടെ, ഈ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ കിട്ടിയ ലാഭത്തിന്റെ പുറത്ത് 15% നിങ്ങൾ അടക്കേണ്ടത്. ഒരു വ്യത്യാസം കൊണ്ടുള്ളത്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് 1 ലക്ഷം രൂപ വരെ ലാഭത്തിന്റെ പുറത്ത് ടാക്സ് അടക്കേണ്ടിയിരുന്നില്ല. എന്നാൽ ഷോർട്ട് ടേമിന്റെ കേസിൽ അങ്ങനെയില്ല. 1 രൂപ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ 1 രൂപയിൽ പോലും നിങ്ങൾ ടാക്സബിൾ ആണെങ്കിൽ, ടാക്സ് നിങ്ങൾ ഇൻകം ടാക്സ് അടക്കേണ്ട ബ്രാക്കറ്റിൽ പെടുന്നുണ്ടെങ്കിൽ 15% ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ 15% എന്തായാലും ടാക്സ് ആയിട്ട് കൊടുക്കണം എന്ന്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിലോ, നിങ്ങൾ കുറെ സ്വിംഗ് ട്രേഡ് എടുക്കുകയാണ്, 1 രൂപ പോലും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയില്ല, നഷ്ടമാണ് സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ടോ? നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ്. നിങ്ങൾ ടാക്സ് പൈസയായിട്ട് അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ ലോസ് സംഭവിച്ചു എന്ന് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേമിലെ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോസിനെ തന്നെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്രയാണ് കാലപരിധി തന്നിരിക്കുന്നത്? 8 വർഷത്തിലേക്ക്, മുന്നിലേക്കുള്ള 8 വർഷത്തിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുകയാണെങ്കിലോ രണ്ടിലേക്കും നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സീരിയസ് ആണെങ്കിൽ എല്ലാ വർഷവും പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിലും എന്തുകൊണ്ടും നിങ്ങളുടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ കൂട്ടരെ പറ്റി സംസാരിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവുന്നതും അതിൽ തന്നെയായിരിക്കും, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതും അതിൽ തന്നെയായിരിക്കും. നമുക്ക് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ പറ്റി സംസാരിക്കാം.
അപ്പോൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് എങ്ങനെയാണ്, എപ്പോഴാണ്, എത്രയാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത്? ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് കിട്ടുന്ന ലാഭം, ആ വരുന്ന എമൗണ്ടിനെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നത് സ്പെക്യുലേറ്റീവ് ഇൻകം ആയിട്ടാണ്. അതിന്റെ പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ടെക്നിക്കാലിറ്റിയിലേക്ക് പോകേണ്ടതുമില്ല. എന്നാൽ നമ്മൾ ഇൻകം ടാക്സിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അതിനെ കണക്കാക്കുക ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻകം ടാക്സിനെ പറ്റി അറിയാമെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് വർഷം 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന നിങ്ങൾ വർഷാവസാനം ടാക്സ് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ കാണിക്കും. അതിനുശേഷം ഇൻകം ഫ്രം ബിസിനസ് എന്ന് എഴുതിക്കൊണ്ട് നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടിയോ അത് നിങ്ങൾ താഴെ എഴുതി കൂട്ടും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് ആ ഒരു വർഷം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അവിടെ ഇൻകം ഫ്രം ബിസിനസ്സിലെ 5 ലക്ഷം രൂപ ഇൻകം ഫ്രം ട്രേഡിംഗ്, സ്പെക്യുലേറ്റീവ് ഇൻകം ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് എഴുതി വെക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഇൻകം ടാക്സിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താ കാണാൻ പറ്റുക? ഇൻകം ഫ്രം സാലറി 10 ലക്ഷം ഉണ്ട്, ഇൻകം ഫ്രം ട്രേഡിംഗ് വിച്ച് ഇസ് എ ബിസിനസ് ഇൻകം അത് 5 ലക്ഷം ഉണ്ട്. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം നിങ്ങളുടെ എത്രയായി? 15 ലക്ഷം രൂപയായി. ഇനി നിങ്ങൾ വേറൊരു ബിസിനസ് കൂടി ചെയ്യുന്ന ഒരാളാണെങ്കിലോ ആ ഒരു ബിസിനസ്സിൽ നിന്ന് വേറൊരു 5 ലക്ഷം രൂപ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ടാക്സബിൾ ഇൻകം 20 ലക്ഷം രൂപയായി. അപ്പോൾ 20 ലക്ഷം രൂപ വരുന്ന ആള് ഏത് ഇൻകം ടാക്സ് ബ്രാക്കറ്റിലാണ് പെടുക? നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബ്രാക്കറ്റ് പ്രകാരമുള്ള ടാക്സ് നിങ്ങൾ അടക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും തന്നെയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷാവസാനമാകുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇൻകം ആയിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഇത് വരും. അപ്പോൾ ആ ഒരു ഇൻകം വന്നതിന് ശേഷം ട്രേഡിംഗിൽ നിന്ന് ഇൻകം വന്നു, നിങ്ങളുടെ മറ്റ് ഇൻകമുകൾ വന്നു, അങ്ങനെ എല്ലാ ഇൻകംസും വന്നതിന് ശേഷം നിങ്ങൾ ഏത് ടാക്സ് ബ്രാക്കറ്റിലാണോ പെടുന്നത്, 5% ബ്രാക്കറ്റിലാണോ, 10% ബ്രാക്കറ്റിലാണോ, 20% ബ്രാക്കറ്റിലാണോ, 30% ബ്രാക്കറ്റിലാണോ, ഏത് ബ്രാക്കറ്റിലാണോ ആ ഒരു ഇൻകം ടാക്സ് ബ്രാക്കറ്റ് പ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്, സ്വിംഗിലൂടെയും ലാഭം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിന്റെ കീഴിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വന്ന ആ ഒരു ലാഭത്തിന് കാണിക്കും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്വിംഗ് ട്രേഡിലെ ലാഭം കാണിക്കും. ബിസിനസ് ഇൻകം എന്ന സ്ഥലത്ത് നിങ്ങളുടെ ഈ പറഞ്ഞ ഇൻട്രാഡേ ട്രേഡിംഗിലെ ലാഭം കാണിക്കും. ആ ഇൻട്രാഡേ ട്രേഡിംഗിലെ ലാഭത്തിന്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബ്രാക്കറ്റ് എന്താണോ അതിന്റെ ടാക്സ് ആയിരിക്കും വരിക. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ പുറത്ത് എന്ത് സംഭവിച്ചാലും 10% കൊടുത്താൽ മതി. നിങ്ങളുടെ ടാക്സബിൾ ബ്രാക്കറ്റ് 30% ആണെങ്കിലും ലോങ് ടേം ക്യാപിറ്റലിന്റെ പുറത്ത് 10% കൊടുത്താൽ മതി, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്റെ പുറത്ത് 15% കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, അതായത് ഇൻട്രാഡേ ട്രേഡിംഗിലെ ഇൻകം ഒരു ബിസിനസ് ഇൻകം ആയതുകൊണ്ട് ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതൊരു ബിസിനസ് ഇൻകം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇതൊരു ബിസിനസ് ആയിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇൻകം വന്നു, ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഞാൻ എടുക്കുകയാണ്, 5 ലക്ഷം രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടി. എന്നാൽ അതേസമയം എനിക്ക് കുറെ എക്സ്പെൻസസ് ഡിക്ലെയർ ചെയ്യാം. എനിക്ക് പറയാം ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, ആ ലാപ്ടോപ്പ് വാങ്ങിച്ചതിനെ എനിക്കൊരു അസറ്റ് ആയിട്ട് കാണിക്കാം, അതിന്റെ പുറത്ത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ബ്രോക്കർക്ക് ആ വർഷം മുഴുവൻ ബ്രോക്കറേജ് പേ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഓരോ ട്രേഡ് എടുത്തപ്പോഴും എക്സ്ചേഞ്ചിന് ഞാൻ കുറെ ടാക്സുകൾ അടച്ചു, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടച്ചു, NSE കുറെ പേയ്മെന്റ് കൊടുത്തു. അതുപോലെ തന്നെ ഈ ബ്രോക്കറേജിന്റെ പുറത്തും ആനുവൽ മെയിൻ്റനൻസ് ചാർജിന്റെ പുറത്തെല്ലാം ഞാൻ GST അടച്ചു. ഈ കൊടുത്ത എമൗണ്ടുകളെല്ലാം നിങ്ങൾ എല്ലാവരും പലപ്പോഴും വിഷമം പറയുന്നതാണ്, ഇത്ര ബ്രോക്കറേജ് കൊടുക്കുന്നുണ്ട്, അത്ര അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ടെന്ന്. ഈ പറയുന്ന എമൗണ്ടിനെല്ലാം നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെ ആ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചുകൊണ്ട് അതിന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇൻകം ടാക്സ് ഈ കൊടുക്കുന്ന 5 ലക്ഷം രൂപയിൽ നിന്ന് ഈ കൊടുത്ത എമൗണ്ടിനെല്ലാം നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓഫീസ് എടുക്കാം, ആ ഓഫീസിന്റെ റെന്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇൻകം വന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കുറെ ചെലവുകളായിട്ട് ഒരു 2 ലക്ഷം രൂപ നിങ്ങളുടെ ചെലവ് വന്നു. അപ്പോൾ ബാക്കി നിങ്ങൾ 3 ലക്ഷം രൂപയുടെ പുറത്ത് മാത്രം ടാക്സ് അടച്ചാൽ മതി. പോയിന്റ് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് വരുന്ന ഇൻകം ഒരു ബിസിനസ് ഇൻകം ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആൾക്കാരെ, നിങ്ങൾക്ക് എംപ്ലോയീസിന് വെക്കാം, അവർക്ക് സാലറി കൊടുക്കാം, അതിനെല്ലാം നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഇൻട്രാഡേ ട്രേഡിംഗിലും ലോസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം എപ്പോഴും എല്ലാവരും ലാഭത്തെ പറ്റി സംസാരിക്കുന്നു, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ പേർക്കും ലോസ് ഉണ്ടാകാറുണ്ട്. അവരൊന്നും ചെയ്യാതെയാണ് പോകുന്നത്, അവർ ഇൻകം ടാക്സിലേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല. എന്നാൽ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളും ഇൻകം ടാക്സ്
ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു ലോസിന് നിങ്ങൾക്ക് 4 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 4 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഈ 4 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഈ സ്പെക്യുലേറ്റീവ് ഇൻകത്തിൽ വരുന്ന ലോസുമായിട്ടോ ഗെയിനുമായിട്ടോ ഗെയിനുമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 4 വർഷത്തിനുള്ളിൽ ട്രേഡിംഗിൽ നിന്ന് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ആ ലാഭവുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വർഷമാണ് നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ പോലും നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി 4ാമത്തെ കൂട്ടത്തിലേക്ക് നീങ്ങാം. അവര് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡേഴ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ അവർ ഐദർ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ എക്സ്പയറിയുടെ ദിവസമായിരിക്കാം അവരത് സ്ക്വയർ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവരെ എന്താണ്, എങ്ങനെയാണ്, എത്ര ടാക്സ് അടക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവരുടെയും ഇൻകത്തിനെ ബിസിനസ് ഇൻകം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഒരു പേരിൽ വ്യത്യാസമുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗിൽ നിന്ന് വരുന്നതും ബിസിനസ് ഇൻകം ആയിരുന്നു, എന്നാൽ അതിനെ സ്പെക്യുലേറ്റീവ് ഇൻകം എന്ന് വിളിച്ചു. എന്നാൽ ഇവിടെ നിന്ന് വരുന്നതിനെ നോൺ സ്പെക്യുലേറ്റീവ് ഇൻകം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പേരിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഫംഗ്ഷനിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ എക്സാക്ട്ലി സിമിലർ ആണ്. അതായത് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ലാഭം നിങ്ങളുടെ മറ്റ് ഇൻകവുമായിട്ട് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് ടാക്സ് ബ്രാക്കറ്റിലാണോ പെടുന്നത് ആ ഒരു ടാക്സ് നിങ്ങൾ അടക്കുക. കഥ കഴിഞ്ഞല്ലോ. വളരെയധികം ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇനി നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെയും ആ ഒരു നഷ്ടത്തിനെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. ഇൻട്രാഡേ ട്രേഡിംഗിൽ 4 വർഷത്തേക്കായിരുന്നു ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അത് 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ലോസ് നിങ്ങൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത 8 വർഷത്തേക്ക് നിങ്ങൾക്ക് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ആ 8 വർഷത്തിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നിന്ന് വരുന്ന ഏതൊരു ലാഭമായിട്ട് നിങ്ങൾക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഒരു വർഷം നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്ത് നഷ്ടം സംഭവിക്കുകയാണ് എങ്കിൽ ആ നഷ്ടത്തിനെ നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ തന്നെ ടാക്സിലെ മറ്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ഇൻകവുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സെപ്റ്റ് സാലറി ഇൻകം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു വർഷം നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. അതേ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ആയിട്ട് മറ്റൊരു 5 ലക്ഷം രൂപ വരുന്നുണ്ട്, സാലറി ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു 3 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ 5 ലക്ഷം നഷ്ടമുണ്ട്. ഈ ബിസിനസ്സിൽ നിന്ന് വരുന്ന 5 ലക്ഷം ലാഭവുമായിട്ട് ഇതിനെ സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഇൻകം ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ ആ ഒരു വർഷത്തെ നിങ്ങളുടെ ഇൻകം ബാക്കി വരുന്നത് ആ സാലറിയിൽ നിന്ന് വന്ന 3 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടി പോലും വരില്ല. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിലും ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും എത്ര എമൗണ്ട് ആണ് ടാക്സ് അടക്കേണ്ടത്, അതിന്റെ ആ ഒരു പെർസെന്റേജ് എന്താണ്, അതിന്റെ ഒരു കഥ എന്താണ് എന്നുള്ളത് വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ അവസാനത്തെ 2 കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ, അതായത് നിങ്ങൾ ഇൻട്രാഡേ ട്രേഡോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ടോട്ടൽ ടേൺ ഓവർ 5 കോടിയുടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളൊരു കമ്പൽസറി ഓഡിറ്റ് നടത്തേണ്ടി വരും. അപ്പൊ ടേൺ ഓവർ എന്ന് കേൾക്കുമ്പോൾ പലരും പേടിക്കാറുണ്ട്. അതായത് ഒരു ദിവസം നിങ്ങൾ റിലയൻസിന്റെ 1000 ഷെയർ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. റിലയൻസിന്റെ ഒരു സ്റ്റോക്കിന് ഇപ്പോൾ 2000 രൂപ വിലയുണ്ട്. 1000 ക്വാണ്ടിറ്റി വാങ്ങിച്ച ഒരു ദിവസം തന്നെ വാങ്ങുമ്പോൾ 20 ലക്ഷം രൂപയായി, വിൽക്കുമ്പോൾ മറ്റൊരു 20 ലക്ഷം രൂപയായി, ടോട്ടൽ 40 ലക്ഷം രൂപയായില്ലേ? അങ്ങനെയാണെങ്കിൽ 5 കോടി രൂപയാകാനായിട്ട് പലരും ഒരൊറ്റ ദിവസം തന്നെ 5 കോടിയുടെ ടേൺ ഓവറിൽ എത്തില്ലേ എന്ന് പലരും ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ട്രേഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ തവണ വാങ്ങുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആ ഒരു സ്റ്റോക്കിന്റെ വില ചെയ്യുന്നതല്ല നിങ്ങളുടെ ടേൺ ഓവർ. അതിന്റെ കാൽക്കുലേഷൻ വ്യത്യസ്തം തന്നെയാണ്. എന്തായാലും അതിന്റെ ആ ഒരു ഇൻട്രിക്കസീസിലൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെ പറ്റിയും പേടിക്കാതെ, എത്ര ടേൺ ഓവർ ആകുന്നുണ്ട്, എത്ര ടാക്സ് അടക്കേണ്ടി വരും, അതൊന്നും പേടിക്കാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം ഇനി മുന്നിലേക്ക് പോകുന്ന സാധനങ്ങൾ റെലവെന്റ് ആകുന്ന അവിടെയാണ്. എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടത്, എങ്ങനെയാണ് ടാക്സ് അടക്കേണ്ടത് നമ്മൾ സംസാരിക്കാം. അവിടെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളും ഈ ടെൻഷനുകളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഈ ടാക്സ് അടക്കേണ്ടത് എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലായി, ഇത്രയൊക്കെയാണ് ടാക്സ് അടക്കേണ്ടത്, എന്നാൽ ഇത് എങ്ങനെ അടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാനാണെങ്കിൽ, നിങ്ങളൊരു സാലറി മാത്രം കിട്ടുന്ന ആളാണ്. ആ സാലറി കിട്ടുന്ന ആളാണ്, നിങ്ങൾ കൂടെ കുറച്ച് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇൻട്രാഡേ ട്രേഡും ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം കൂടി ഉണ്ട് എങ്കിൽ
ഈ ടാക്സ് ഫയലിംഗ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. അതായത് ഇൻകം ടാക്സിന്റെ പ്ലാറ്റ്ഫോമിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇന്ന് അതിനെ സഹായിക്കുന്ന കുറെ ഡു ഇറ്റ് യുവർ സെൽഫ് പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്. അതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് സ്വയം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്വയം ചെയ്യുന്ന കുറെ പേരും ഉണ്ടാകും. എന്നാൽ അങ്ങനെയല്ല കേസ്. നിങ്ങൾ കുറെ അധികം ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടേൺ ഓവർ കുറെ കൂടുതൽ പോകുന്നുണ്ട്, നിങ്ങൾ ഒരു ആക്ച്വൽ അവിഡ് ട്രേഡർ ആണ്, കുറെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ബിസിനസ് ഇൻകം ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് കുറെ കഥയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ ഏറ്റവും നന്നായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു CAയുടെ സർവീസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ടാക്സ് ഫയൽ ചെയ്യല് ഒരു വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ചുറ്റും എത്രയോ മനുഷ്യരെ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ഈസിയാണ്. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകും നല്ല രീതിയിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു CAയോ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഫേംസോ. അപ്പോൾ അവരെ പോയി കാണുക, അവരുടെ അടുത്ത് പറയുക ഇതാണ് നിങ്ങളുടെ കഥ, നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സീറോദയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കൺസോളിലേക്ക് പോവുക. ടാക്സ് PNL എന്നൊരു സംഭവം കിട്ടും നിങ്ങൾക്ക്. അവിടെ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് വേണ്ടതെന്ന് കൊടുക്കുക. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതുകൂടി നിങ്ങളുടെ CAക്ക് കൊടുക്കുക. അപ്സ്റ്റോക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കീസ്റ്റോണിലേക്ക്, അതായത് അപ്സ്റ്റോക്സിന്റെ ബാക്ക് എൻഡ് ഡാഷ്ബോർഡായ കീസ്റ്റോണിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അവിടെയും ടാക്സ് PNL എന്നൊരു സാധനം വരും. അതിനെ നിങ്ങൾക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡേറ്റ് റേഞ്ച് കൊടുത്തുകൊണ്ട് എക്സലിലേക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ CAക്ക് കൊടുക്കുക. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെ മറ്റ് എല്ലാ ഇൻകം സോഴ്സസിനെ പറ്റിയും കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സീറോദയിൽ നിന്നോ അപ്സ്റ്റോക്സിൽ നിന്നോ എടുത്ത സംഭവത്തിനകത്ത് നിങ്ങൾ എത്ര ട്രേഡ് ചെയ്തു, എന്ത് ട്രേഡ് ചെയ്തു, എന്താണ് നടന്നത്, അതെല്ലാ കഥകളും അതിനകത്ത് ഉണ്ടാകും. അത് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സംഭവം മനസ്സിലാകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും ഒരു ടെൻഷനുകളും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഇത് എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചായിരിക്കും പലരും പേടിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആദ്യത്തെ കേസിൽ നിങ്ങൾ ഒരു സാലറി കിട്ടുന്ന വളരെയധികം സമാധാനപരമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റിംഗും ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ് സ്വിംഗ് ട്രേഡിംഗും മാത്രം ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഇൻകം ടാക്സ് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ ബിഹാഫിൽ പേ കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ടതില്ല. ഒരു വർഷത്തെ ടാക്സ് അടുത്ത വർഷത്തെ 31 ജൂലൈക്ക് മുൻപ് നിങ്ങൾ സമാധാനപരമായിട്ട് നിങ്ങളുടെ ITR ഫയൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അടക്കാൻ പോകുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ 10% ടാക്സ് അടക്കുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിനിന്റെ പുറത്ത് 15% ടാക്സ് അടക്കുക. കാര്യങ്ങൾ വളരെയധികം ഈസിയാണ്. ഇനി അതല്ല നിങ്ങളൊരു അവിഡ് ട്രേഡർ ആണ്, കുറേ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് ഇൻകം വരുന്നുണ്ട്. ഇനി അതല്ലാതെ പുറത്ത് മറ്റൊരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് ഇൻകം വരും. ഒരു ബിസിനസ് ഇൻകം വരുന്നുണ്ട്, അതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു വർഷത്തെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 10,000 രൂപയിലും കൂടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് ആ ഒരു മുഴുവൻ വർഷത്തിലെ എത്രയാണോ ടാക്സ് അടയ്ക്കേണ്ടി വരിക അതിനെ 4 ഘട്ടങ്ങളിലായിട്ട്, അതായത് ജൂൺ 15, സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15 ഇങ്ങനെ 4 ഘട്ടങ്ങൾ ഇതിന് മുൻപായിട്ട് നിങ്ങളെ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. എഗെയിൻ ഇത് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചൊരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമുള്ളത്? ഈ കാര്യം സോർട്ട് ചെയ്യാനായിട്ട് ഒരു സർവീസ് പ്രൊവൈഡറിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെക്കാൾ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവർ നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ പങ്കെടുക്കാനാണ്. അല്ലാതെ ടാക്സ് എത്ര വരും, ടാക്സ് കൊടുക്കേണ്ടി വരുമോ, എത്ര കൊടുക്കണം, അത് സമയത്ത് അടക്കുമോ, ആരടക്കും എന്നുള്ളതല്ല. അത് നിങ്ങൾ പ്രോബബ്ലി ഔട്ട്സോഴ്സ് ചെയ്യുക, നല്ലൊരു സർവീസ് പ്രൊവൈഡർക്ക് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയ കാര്യം പഠിക്കാൻ പറ്റിയത്, ലാഭം ഉണ്ടാവുകയാണെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ നിങ്ങളെ ലോങ് ടേമിലേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആകാൻ, ട്രേഡർ ആകാൻ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഫണ്ട്ഫോളിയോയുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ ടാക്സസ് ഫയൽ ചെയ്യാനുള്ള ഒരു സർവീസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ, നിങ്ങൾ അത് ഉപയോഗിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. ഉടനെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നില്ല, എന്നാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള CAസിനെയും അതുപോലുള്ളവരെയും ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ അതിശക്തമായിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റിയിൽ തീർച്ചയായിട്ടും കുറെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉള്ളതാണ്. അപ്പോൾ താഴെ കമന്റ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ, അറിയുന്ന CAs ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ കൊടുത്തിട്ട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൂടി കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.